കേക്കിൻ്റെ വീഡിയോസൊക്കെ ഞാൻ മുടങ്ങാതെ എടുക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ അതിന് വേണ്ടിയിട്ടുള്ള കണ്ടന്റ് കിട്ടുക എന്ന് പറയുന്നത് കുറച്ച് പാടുള്ള കാര്യം കേട്ടോ. നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും ഒരു വാക്കിൽ നിന്നായിരിക്കും കേട്ടോ ഞാൻ ചെറിയൊരു സ്റ്റോറി ഒപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു കേക്കിന് എനിക്ക് ഓർഡർ തന്നത് ആൻസി ആയിരുന്നു. ഒരു 2 ആഴ്ചയ്ക്ക് മുമ്പേ തന്നെ എനിക്ക് ഓർഡർ തന്നിട്ടുണ്ടായിരുന്നു. അച്ഛൻ്റെ ബർത്ത്ഡേ ആണ്, സർപ്രൈസ് ആയിട്ട് കേക്ക് കൊണ്ട് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ഓർഡർ തന്നിട്ടുണ്ടായിരുന്നത്. 16 എന്നുള്ളത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. 16-ാം തീയതി രാവിലെ തന്നെ കേക്ക് ഡെലിവറി ചെയ്യാമെന്ന് പറഞ്ഞു. കാര്യം ഉച്ച കഴിഞ്ഞപ്പോഴും മഴ ആയതുകൊണ്ട് തന്നെ രാവിലെ തന്നെ കേക്ക് ഡെലിവറി ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻസി നാട്ടിലില്ല കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ ചെല്ലുന്ന സമയത്ത് അച്ഛൻ വീട്ടിലില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഒരു കൊറിയർ വരും, വാങ്ങി വെക്കണേ എന്ന് പറയണേന്ന് നേരത്തെ തന്നെ ഒന്ന് പറഞ്ഞ് ഏൽപ്പിക്കണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ 16-ാം തീയതി രാവിലെ തന്നെ കേക്ക് ഞാൻ ഡെലിവറി ചെയ്യാൻ ചെന്നിട്ടുണ്ടായിരുന്നു. അച്ഛനെ ഞാൻ ഇടയ്ക്കൊന്ന് വിളിച്ചു. അപ്പം പുള്ളി വീട്ടിലുണ്ട്, ഞാൻ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറഞ്ഞ് കേക്ക് അച്ഛനെ ഏൽപ്പിച്ചു. പുള്ളി ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി കേട്ടോ. ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയൊരു സർപ്രൈസ് ആയിരുന്നു അത്. അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ ഡെലിവറി ചെയ്ത് വീട്ടിൽ വന്നു. വൈകുന്നേരം ആളെനിക്ക് മെസ്സേജ് അയച്ചു, ചെറിയൊരു പ്രശ്നമുണ്ട് എന്ന്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് അത് കേട്ടപ്പം ഇനി എൻ്റെ ഭാഗത്തുനിന്ന് വല്ല ഫോൾട്ടാണോ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പിന്നീടാണ് മനസ്സിലായത് ബർത്ത്ഡേ ഒന്ന് മാറിപ്പോയി, 16 എന്നുള്ളത് 17 ആയിരുന്നു എന്ന കാര്യം. കേക്ക് അതേപോലെ തന്നെ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ട്, നാളെ കട്ട് ചെയ്യാം എന്ന് പറഞ്ഞിട്ട്. ഡേറ്റ് മാറിയാലും കുഴപ്പമില്ല, കേക്ക് എന്തായാലും നേരത്തെ എത്തിയത് കൊണ്ട് തന്നെ വലിയ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.